അബ്ദുൾ റഷീദ് കൂടി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ACC നേതൃത്വം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ദേശീയ നേതൃത്വം പേരുവെട്ടി, പക്ഷേ പോകും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ശശി തരൂർ. ഈ സാഹചര്യത്തെ അവർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മനു, തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനപ്പെട്ട 2 ഓപ്പറേഷനുകളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടുള്ളത് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. നേരത്തെ ഓപ്പറേഷൻ കെ സുധാകരൻ ആയിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ ശശി തരൂർ എന്ന ഒരു ആരോപണമൊക്കെ തന്നെയും ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ്. എന്തായാലും AICC ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ ശശി തരൂരിനെ തള്ളിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ജയറാം രമേശിൻ്റെയും മറ്റു നേതാക്കളുടെയൊക്കെ തന്നെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൂ. പ്രധാനമായും ഈ നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുള്ളത് തങ്ങൾ നിർദ്ദേശിക്കാത്ത പേരാണ് ശശി തരൂർ. എന്തുകൊണ്ട് ശശി തരൂരിൻ്റെ പേര് വന്നു എന്നുള്ള ഒരു കാര്യമാണ് ഉയർത്തുന്നത്. അതേസമയം തന്നെ മറ്റു ദേശീയ പാർട്ടികളൊക്കെ തന്നെയും അത്തരത്തിലുള്ള ചോദ്യം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവിനെ എന്തുകൊണ്ട് കോൺഗ്രസ് തടഞ്ഞു നിർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ശശി തരൂരിൻ്റെ നിലപാട് ഉറച്ചതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് വ്യക്തമായതാണ്. ദേശീയ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് തന്നെ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത് എന്ന ഒരു നിലപാട് കഴിഞ്ഞ ദിവസം ശശി തരൂർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പേരുകളല്ല കേന്ദ്ര സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല തങ്ങൾ നൽകാത്ത 3 പേരുകൾ അധികമായി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് BJPയുടെ ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു നടപടിയാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം ഈ ശശി തരൂരിനെ എന്തുകൊണ്ട് തടഞ്ഞു നിർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്താൻ ആയിട്ടില്ല. അതോടൊപ്പം ശശി തരൂരിന് നിലപാട് ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി AICCയുടെ ഒരു തീരുമാനം എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമാകുന്നത്. കാരണം നേരത്തെ ഇവിടെ അബ്ദുൾ റഷീദ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകുന്നേരം തരൂർ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടത്. ഞാൻ പോകും, ആ നിലപാടിൽ മാറ്റമില്ല എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ കടുത്ത നിലപാട് തരൂർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ AICC നേതൃത്വത്തിന് കഴിയുമോ? അതിനുള്ള കരുത്ത് AICC നേതൃത്വത്തിന് ഈ ഘട്ടത്തിലുണ്ടോ? മനു, വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളിൽ കനത്ത ഒരു താക്കീത് AICCയുടെയും അതോടൊപ്പം വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗത്തിലൊക്കെ തന്നെയും ശശി തരൂരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ള ഒരു സമീപനത്തിൽ തന്നെയാണ് ശശി തരൂർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിന് വീണ്ടും വെട്ടിലാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇദ്ദേഹത്തെ ഒരു അനുനയിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കൊപ്പം നിലനിർത്തി കൊണ്ടുപോകാൻ ഇതുവരെയും AICC ആയിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുള്ള, അതായത് മോദിയെ അടക്കം പ്രകീർത്തിച്ചു കൊണ്ടുള്ള പല പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം പരാമർശങ്ങൾ പൊതുവേദികളിൽ പറയാൻ പാടില്ല എന്നൊരു താക്കീത് മാത്രമാണ് ശശി തരൂരിന് നൽകാനായിട്ടുള്ളത്. എന്നാൽ ആ താക്കീത് പാലിക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം പാലിക്കുന്ന സമീപനം ശശി തരൂരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താവുന്നത്. എന്തായാലും AICC ഇതിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർക്കുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്ക് നിർണായകമായിട്ട് കണക്കാക്കാം. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം നേരത്തെ തന്നെ ദേശീയ താല്പര്യം നിലനിർത്തിക്കൊണ്ട് ഈ പര്യടനത്തിൽ പങ്കെടുക്കുമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത്. വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം കടക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ശശി തരൂരെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയമുള്ളൂ എന്ന ഒരു നിലപാട് ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ശശി തരൂരിന് എതിരെ AICCയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം എടുക്കുന്ന നിലപാട് എന്നുള്ളത് തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും നോക്കിക്കാണുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. ഒരു സംഘത്തെ നയിക്കുന്നത് തന്നെ ശശി തരൂരാണ് എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കിരൺ റിജിജു അടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അതൃപ്തി
അതൃപ്തി കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ശശി തരൂരിൻ്റെ വിഷയം മാത്രമല്ല, മറ്റു എം പിമാരുടെ പേരുകൾ കൂടി ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി കോൺഗ്രസിനിടയിൽ വീണ്ടും ഒരു അതൃപ്തിക്ക് പ്രകടമായിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പട്ടികയിൽ ഈ നിരവധി, അതായത് മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവരടക്കം തന്നെ കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള പേരിൽ ഉണ്ടായിട്ടുള്ള ആളുകളല്ല ഇവരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടി ഒരു വലിയൊരു അതൃപ്തി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് BJPയും അതോടൊപ്പം കോൺഗ്രസ് കേന്ദ്ര സർക്കാരും ആത്മാർത്ഥതയില്ലാതെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നൊരു വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ശശി തരൂരിന് പിന്നാലെ മറ്റു നേതാക്കളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലും വലിയ അതൃപ്തി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മനു.